നമസ്കാരം. വ്രതശുദ്ധിയുടെ പുണ്യവുമായി ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശവുമായി അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈദുൽ ഫിത്തർ ആഘോഷിച്ചു. എറണാകുളം ജില്ലയിലെ വിവിധ മസ്ജിദുകളിൽ നടന്ന ഈദുൽ ഫിത്തർ നമസ്കാരത്തിൽ അനേകം പേർ പങ്കാളികളായി. എറണാകുളം നോർത്ത് സെന്റ് ബെനഡിക്ട് 4 ക്രോസ് റോഡിന്റെ മസ്ജിദ് ഉമറിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മൗലവി മെഹബൂബ് അഹമ്മദ് നേതൃത്വം വഹിച്ചു. ഈദ് കേവലം സന്തോഷപ്രകടനത്തിന്റെ ദിനമല്ല, ഈ നന്മകളെല്ലാം തുറന്നു പോരുന്നതാണെന്ന പ്രതിജ്ഞയുടെ ദിനം കൂടിയാണെന്ന പെരുന്നാൾ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു. മനുഷ്യന് ദൈവവുമായി സവിശേഷ ബന്ധം സംജാതമാകുമ്പോഴേ അവൻ ദൈവത്തെ തിരിച്ചറിയുകയുള്ളൂ. അള്ളാഹു ആരെ ഇഷ്ടപ്പെടുന്നുവോ അവന് തന്നെ സംബന്ധിച്ച ഗ്രാഹ്യവും ദിവ്യജ്ഞാനവും പ്രദാനം ചെയ്യപ്പെടുന്നു. ദൈവത്തെ പ്രാപിക്കുക എന്നത് തന്നെയാണ് യഥാർത്ഥ വിശ്വാസിയുടെ സന്തോഷം. നഷ്ടപ്പെട്ടു പോയ തന്റെ കുഞ്ഞിനെ കണ്ടെത്തുമ്പോൾ ഒരു മാതാവ് എത്രമാത്രം സന്തോഷിക്കുന്നുവോ അതിനേക്കാൾ അധികം തന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന ദാസനെ ചൊല്ലി ദൈവം സന്തോഷിക്കുന്നുവെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. നാം ഇനി മുതൽ നന്മകൾ നിലനിർത്തി പോരുകയും തിന്മകൾ വർജിക്കുകയും ചെയ്യണമെന്ന ചിന്താർഹമായ ഒരു സന്ദേശമാണ് ഈദ് നമുക്ക് നൽകുന്നത്. നന്മകളിൽ നിരന്തരം മുന്നേറിക്കൊണ്ടിരിക്കുക എന്നത് വിശ്വാസിയുടെ മഹത് ഗുണങ്ങളിൽപ്പെട്ട ഒന്നാണ്. അദ്ദേഹം പറഞ്ഞു. വാഴക്കാല ബൈത്തെ താഹിർ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മൗലവി യു ബഷീറും ഫോർട്ട് കൊച്ചി പുല്ലുപാലം റോഡിലെ അഹമ്മദിയ മസ്ജിദിൽ നടന്ന നമസ്കാരത്തിന് മൗലവി ഹിജാസ് അഹമ്മദും പള്ളുരുത്തി വെസ്റ്റ് കച്ചേരിപ്പടിയിലുള്ള മുഹമ്മദ് മസ്ദൂറിൽ മൗലവി CN താഹിർ അഹമ്മദും നമസ്കാരത്തിന് നേതൃത്വം നൽകി. ഹൈരാപുരം ബൈത്തുൽ ഹുദ മസ്ജിദിൽ മൗലവി നജ്ബുദ്ദീനും മൂവാറ്റുപുഴ അഹമ്മദിയ മസ്ജിദിൽ മൗലവി മുഹമ്മദ് റാഫിയും നേതൃത്വം വഹിച്ചു. പെരുന്നാളനുബന്ധിച്ച് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും മസ്ജിദുകളുടെ സമീപത്തുള്ള ഗ്രഹങ്ങളിലും മധുരപലഹാരം നടത്തി. കൊച്ചി.